തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഇതാ മറ്റൊരു സൂപ്പർ താരം കൂടി. എംജിആറും ജയലളിതയും വിജയകാന്തും എണ്ണിക്കൊടി പാറിച്ച ദ്രാവിഡ രാഷ്ട്രീയ ഭൂമിയിലേക്ക് തമിഴക വെട്രി കഴകവുമായി ദളപതി വിജയ് കൂടി കാലെടുത്ത് വെച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയായതോടെയാണ് വിജയ് പാർട്ടി പ്രഖ്യാപിച്ചത്. വിജയ് തന്റെ ആരാധക സംഘടനയായ മക്കൾ ഇയക്കത്തെ രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹം കഴിഞ്ഞ കുറെ കാലമായി ഉയർന്നിരുന്നു. സിനിമകളിലൂടെയും പൊതുവേദികളിലൂടെയും കൃത്യമായി തന്റെ രാഷ്ട്രീയം പങ്കുവച്ചിരുന്ന വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതോടെ തമിഴ്നാട്ടിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും താരത്തിന്റെ പുതിയ നീക്കത്തെ അതീവ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നും താരം വ്യക്തമാക്കിയിട്ടുണ്ട്. തലൈവ, മെർസൽ, കത്തി, സർക്കാർ, ബിഗിൽ തുടങ്ങിയ സിനിമകളിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായ വിമർശനം വിജയ് ഉന്നയിച്ചിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിലെ മുൻനിര രാഷ്ട്രീയ പാർട്ടികളിലെ കണ്ണിലെ കരടായി പലപ്പോഴും വിജയ് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം സൈക്കിൾ ചവിട്ടി വോട്ട് ചെയ്യാനെത്തിയതും മെർസലിലെ GST വിമർശനവും വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് കളമൊരുക്കി നൽകി. തമിഴക വെട്രി കഴകം പ്രഖ്യാപിച്ചതിന് പിന്നാലെ താൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്തായിരിക്കുമെന്ന സൂചനകളും വിജയ് നൽകുന്നുണ്ട്. ജാതിരഹിതവും ദീർഘവീക്ഷണവും അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ഭരണമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് വിജയ് പറഞ്ഞു. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന തത്വം കൂടി അതിലുണ്ടാകണം. ഇത്തരമൊരു മൌലികമായ രാഷ്ട്രീയ മാറ്റം ജനങ്ങളുടെ ഏകകണ്ഠമായ പിന്തുണയുള്ള ഒരു ജനശക്തിക്ക് മാത്രമേ സാധ്യമാക്കാൻ കഴിയൂ എന്ന് വിജയ് പറഞ്ഞു. നിലവിൽ ഏറ്റെടുത്ത സിനിമയുമായി ബന്ധപ്പെട്ട ജോലികൾ പൂർത്തിയാക്കി മുഴുവൻ സമയം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നും ഇത് ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടുമായിട്ടാണ് കാണുന്നതെന്നും വിജയ് പറഞ്ഞു. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ടാണ് വിജയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന ചിത്രം. റിപ്പോർട്ടുകൾ അനുസരിച്ച് വിജയുടെ അവസാനത്തെ ചിത്രം കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന ദളപതി 69 ആയിരിക്കും.